ഇപ്പോൾ മിനിസ്റ്റർ ഒ.ആർ. കേളുകൂടി നമ്മളോടൊപ്പം ചർച്ചയിൽ ചേരുകയാണ്. മിനിസ്റ്റർ, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇന്നിപ്പോൾ സർക്കാർ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അത് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. പക്ഷേ ഈ വയനാട്ടിൽ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളും ഇപ്പോൾ പ്രതികരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, അവർക്കിപ്പോൾ അവശ്യ സാധനങ്ങളൊക്കെ, ഭക്ഷണമായിക്കോട്ടെ, വസ്ത്രമായിക്കോട്ടെ, അതൊക്കെ അവർക്കിപ്പോൾ ആവശ്യത്തിന് തന്നെ അവിടെ എത്തിയിട്ടുണ്ട് വിവിധ മാർഗങ്ങളിലായി. ഇനി ചെലവഴിക്കാനുള്ള പണം, ഇപ്പോൾ വാടക വീടുകൾ അന്വേഷിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ പോകാനും അത്യാവശ്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ള പണം അവരുടെ കയ്യിലില്ല എന്നൊരു പ്രശ്നം അവർ പറഞ്ഞു കേട്ടിരുന്നു. എന്തായാലും സർക്കാർ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നു, എല്ലാവർക്കും പണം എത്തുന്ന തരത്തിലേക്ക് അത് ക്രമീകരിക്കുകയും ചെയ്യും. പക്ഷേ അത് എപ്പോഴത്തേക്കായിരിക്കും മിനിസ്റ്റർ പ്രായോഗിക തലത്തിൽ വരിക? ഈ എല്ലാവരിലേക്കും ഇങ്ങനെ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള പണം എത്തുക, അത് ചുരുങ്ങിയ നിലയിലാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ്? അതെ, നമ്മളിപ്പോൾ വയനാട് മന്ത്രിസഭയുടെ ഉപസമിതിയും അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഇവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള സുരക്ഷിതവും ഒരുക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ജില്ലാ ഉപസമിതി ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങളുടെ ഭക്ഷണം, ആരോഗ്യം, അതേപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ്, അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രം, കുടിവെള്ളം, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി നൽകിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ക്യാമ്പുകളിൽ ആദ്യഘട്ടത്തിൽ നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് 16 ദിവസം ഇന്നിവിടെ പിന്നിടുകയാണ്. 16 ദിവസം പിന്നിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്യാമ്പുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സ്കൂളുകളിലാണ്. അപ്പോൾ സ്കൂളുകളിൽ നമുക്ക് അനസ്യൂതമായിട്ട് ക്യാമ്പ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് ഈ കുടുംബങ്ങളെ വിവിധ കെട്ടിടങ്ങളിലേക്ക് അല്ലെങ്കിൽ വിവിധ സങ്കേതങ്ങളിലേക്ക് നമ്മൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുപ്രകാരം ഒന്നാമത് നമ്മൾ കണ്ടിട്ടുള്ളത്, ഈ ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ സ്വന്തം കുടുംബങ്ങളിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടം കണ്ടെത്തിയിട്ടുള്ള വീടുകൾ, വാടക വീടുകളിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതേപോലെ തന്നെ ഈ ചില മേഖലകളിൽ ദുരന്തം പൂർണ്ണമായും ബാധിച്ചിരുന്നില്ല, അവരുടെ വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുമില്ല. അങ്ങനെയുള്ള വീടുകളിലേക്ക് അവർക്ക് മടങ്ങി പോകണമെന്നാണെങ്കിൽ അതിനിപ്പോൾ കഴിയും എന്നാണോ? ഒന്ന് വ്യക്തമാക്കുമോ അത്? അതെ, അവിടെ ഇപ്പം നിലവിൽ അവരുടെ വീടുകൾ, അതായത് വീട് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടുള്ള കുടുംബങ്ങൾക്ക് അവരുടെ ബന്ധുവീടുകളിലേക്ക് മാറുന്നതിന് നമ്മൾ അനുമതി നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ സുരക്ഷിത വീട് പോയിട്ടില്ല, അവരുടെ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ല, വീട് സുരക്ഷിതമായി നിൽക്കുന്നു. പക്ഷേ അത്തരം കുടുംബങ്ങൾ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് മുൻകരുതൽ എന്ന നിലയ്ക്ക് ക്യാമ്പുകളിൽ വന്ന് താമസിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ വീടുകളിലേക്ക് മാറുന്നതിനും ഇപ്പോൾ തടസ്സമില്ല. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ കാര്യം, നമ്മൾ വാടക വീടുകൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ആ വാടക വീടുകളിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും ഇപ്പോൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചത് അവരുടെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ്. പണമില്ലാത്ത വിഷയമില്ല. അവർക്ക് നമ്മൾ വാടക വീടുകളിലേക്ക് മാറുന്ന കുടുംബത്തിന് ഇപ്പോൾ 10,000 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് വരുന്ന 3 മാസക്കാലം അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണവും നമ്മൾ മുൻകരുതലായിട്ട് അവർക്ക് ലഭ്യമാക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വരുന്ന 3 മാസക്കാലം അല്ലെങ്കിൽ 6 മാസക്കാലം എടുത്തുകൊണ്ട് ഈ വാടക വീടുകളിൽ താമസിക്കുന്ന അവസരത്തിലാണ് നമ്മൾ അവർക്ക് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ടൗൺഷിപ്പ് എന്ന നിലയ്ക്കുള്ള വീടുകളിലേക്ക് നമ്മൾ നടപടി സ്വീകരിച്ചു വരുന്നത്. മിനിസ്റ്റർ, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ 16 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഈ 16 ദിവസവും വിവിധ മേഖലകളിലായി നമ്മൾ തെരച്ചിൽ നടത്തി, കാര്യക്ഷമമായി തന്നെ അവിടെ ഇടപെട്ടു. എത്ര നാൾ കൂടി, എത്ര ദിവസം കൂടി കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് കരുതുന്നത്? ആ നിലയിലുള്ള ചർച്ചകൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ?
അതെ, നമ്മൾ ഇപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ച് ഇന്ന് 14-ാം തീയതിയാണ്. ഇന്നത്തെ കണക്കനുസരിച്ച് 495 കുടുംബങ്ങളാണ് നമ്മുടെ കേന്ദ്രങ്ങളിലുള്ളത്. ആ കുടുംബങ്ങളെ നമ്മൾ ഇപ്പം കണ്ടിട്ടുള്ളത് ഏറ്റവും ചുരുങ്ങിയത് 6 മാസമെങ്കിലും നമ്മൾ വാടക വീടുകളിൽ താമസിപ്പിക്കും, അല്ലെങ്കിൽ അവരുടെ ബന്ധു വീടുകളിൽ താമസിപ്പിക്കും. ആ അവസരത്തിൽ അവർക്ക് വാടക ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. മാസം 6000 രൂപ നമ്മൾ ഈ വാടക വീടുകളിൽ താമസിക്കുന്ന കുടുംബത്തിന് വാടക ഇനത്തിൽ കൊടുക്കും. അപ്പോൾ അവരുടെ ബന്ധു വീടുകളിൽ താമസിക്കുന്ന കുടുംബത്തിനും നമ്മൾ ഈ വാടക തന്നെ ലഭ്യമാക്കും. അതേപോലെ തന്നെ 3 മാസത്തേക്കുള്ള ചെലവിൻ്റെ കാര്യവും നമ്മൾ സുരക്ഷിതമായി അവർക്ക് ഫുഡ് കിറ്റ് നമ്മൾ മുൻകരുതലായിട്ട് നമുക്ക് അവർക്ക് കൊടുക്കും. അപ്പോൾ ചുരുങ്ങിയത് ഇപ്പോൾ ഒരു 6 മാസമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ സമയം നീണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ സമയം എടുത്തുകൊണ്ട് അവർക്ക് ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വീട് ഒരുങ്ങുന്നത് വരെ ഈ കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യതയും ഉത്തരവാദിത്വവും ജില്ലാ ഭരണകൂടത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് ഉപസമിതി അംഗം നിലയ്ക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ശരി മിനിസ്റ്റർ, ഞാനത് തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു ചോദിച്ചത്. അതും എത്ര ദിവസത്തേക്ക് ഇനി ഉണ്ടാകുമെന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചത്. ശരി മിനിസ്റ്റർ, പക്ഷേ ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച സമയത്ത് നമ്മളിപ്പോൾ ഇനി പൂർണ്ണമായും ഒരു പുനരധിവാസം ടൗൺഷിപ്പിന്റെ പ്രഖ്യാപനം വന്നല്ലോ, അതിൽ പൂർണ്ണ തോതിൽ അതിലേക്ക് കടക്കണമെങ്കിൽ കേന്ദ്ര സഹായം കൂടി ആവശ്യമാണ്. കാരണം അത്രമാത്രം വലിയ ഉത്തരവാദിത്തം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ എവിടെ വരെയായി, എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുക? അതേ, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ പറയുന്ന ദിവസം വയനാട്ടിൽ വന്നതും അതേപോലെ തന്നെ ഈ ചൂരൽമല സമയമെടുത്തുകൊണ്ട് സന്ദർശിച്ചതും അതേപോലെ തന്നെ ക്യാമ്പുകൾ സന്ദർശിച്ചതും നമ്മുടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ള രോഗികളെ കണ്ടതും അതേപോലെ തന്നെ അതിനുശേഷം സമയമെടുത്തുകൊണ്ട് മീറ്റിങ്ങിൽ പങ്കെടുത്തതൊക്കെ നമുക്ക് ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കും, അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്വീകരിക്കും എന്ന് തന്നെയാണ് കേരള ഗവൺമെൻറ്റും അതേപോലെ തന്നെ വയനാട് ജില്ലാ മന്ത്രിസഭയുടെ ഉപസമിതിയും വിലയിരുത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്, കൃത്യമായിട്ടുള്ള ഒരു മെമ്മോറാണ്ടം ലഭ്യമാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നടപടികൾ ഇപ്പോൾ വളരെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മെമ്മോറാണ്ടം ലഭ്യമാക്കുന്ന മുറയ്ക്ക് ഒരു അനുകൂലമായിട്ടുള്ള ഒരു നടപടി തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഒരു ശുഭപ്രതീക്ഷ എന്ന നിലയ്ക്ക് എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വളരെ വേഗം തന്നെ മെമ്മോറാണ്ടം സമർപ്പിക്കാനാകും എന്നുള്ളതാണ് പ്രതീക്ഷ, അല്ലേ? അതെ, വേഗം തന്നെ നടപടി സ്വീകരിച്ച് ഒരു മെമ്മോറാണ്ടം നൽകുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. മിനിസ്റ്റർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ നഷ്ടമായവരുടെ കാര്യമായിരുന്നു. അതിനും ആ നിലയിലുള്ള ചില ക്രമീകരണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ അതിൻ്റെ ചില കണക്കുകൾ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്ത്രിസഭാ ഉപസമിതി തന്നെ. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്ന് വിശദീകരിക്കാമോ മിനിസ്റ്റർ? ഒപ്പം തന്നെ നമ്മുടെ ഈ ചർച്ചയൊക്കെ കാണുന്ന ആളുകൾക്ക് എങ്ങനെ ആ മാർഗത്തിലേക്ക് എത്താം എന്നൊരു സംശയമുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് വിശദീകരിക്കാം. അതെ, ഈ കുടുംബത്തിൻ്റെ പല രേഖകളും നഷ്ടപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അവരുടെ ബാങ്ക് പാസ്ബുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, റേഷൻ കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഐഡൻറ്റി കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആധാർ കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള അവരുടെ രേഖപരമായിട്ടുള്ള കാര്യങ്ങളും നഷ്ടപ്പെട്ടു എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ വളരെ വേഗം തന്നെ ജില്ലാ ഭരണകൂടം ആ കാര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യപടി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. നമ്മൾ റേഷൻ കാർഡിൻ്റെ വിതരണം, നമ്മൾ പുതിയ റേഷൻ കാർഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ ബാങ്ക് പാസ്ബുക്ക് നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ രേഖകളും, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എല്ലാ രേഖകളും ലഭ്യമാക്കുന്നതിന് വേണ്ടി നടപടി ഇപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് തന്നെ ഈ നടപടി സ്വീകരിച്ചതായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു രേഖയും തിരിച്ചു കിട്ടില്ല എന്ന് നമ്മുടെ ഇതിൻ്റെ ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ പൊതുസമൂഹം അവിശ്വസിക്കേണ്ട കാര്യമില്ല. അതിനുള്ള ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചതും അതിൻ്റെ വിതരണം ആരംഭിച്ചതും നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ധനസഹായം അവർക്ക് ലഭ്യമാക്കണം.
ആ ധനസഹായം ലഭ്യമാക്കുന്നത് അവരുടെ അക്കൗണ്ട് വഴിയാണ്. ആ അക്കൗണ്ട് വഴി അത് ലഭ്യമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പാസ്ബുക്ക് ലഭ്യമായേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ ബാങ്ക് പാസ്ബുക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും നമ്മളിപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അവരുടെ പല ആൾക്കാർക്കും ബാങ്കുകളിൽ ലോണുണ്ട്. ആ ലോണ് ഓരോ കുടുംബത്തിനും എത്രത്തോളം ഉണ്ട് എന്ന കാര്യങ്ങളും പരിശോധിച്ച് വരികയാണ്. ഇങ്ങനെയുള്ള എല്ലാ രേഖകളും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഈ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള ഒരു നടപടിയാണ് ജില്ലാ ഭരണകൂടം ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ശരി മിനിസ്റ്റർ, ഒരു കാര്യം കൂടി അവസാനമായി, നാളെ തെരച്ചിൽ ഉണ്ടാകുമോ? നാളത്തെ ക്രമീകരണം എങ്ങനെയാണ്? അതെ, നമ്മൾ തെരച്ചിൽ നിർത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഈ തെരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേ ദിവസവും ഒക്കെ തെരച്ചിൽ തുടരുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ തെരച്ചിൽ നിർത്താനായിട്ടില്ല. കാരണം ഓരോ ദിവസവും നമ്മൾ തിരയുമ്പോൾ ശരീരഭാഗങ്ങളും ഒക്കെ നമുക്ക് ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് തെരച്ചിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. തെരച്ചിൽ നാളെയും മറ്റന്നാളുമായിട്ട് നമ്മൾ വീണ്ടും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ശരി, വളരെ നന്ദി മിനിസ്റ്റർ. ഇക്കാര്യങ്ങൾ വിശദീകരിച്ചതിന് മിനിസ്റ്റർ OR കേളുവാണ് വയനാട്ടിലെ തെരച്ചിലൊപ്പം തന്നെ പുനരധിവാസമൊക്കെയും ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചത്. മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സർക്കാരിന്റെ ഭാഗമായ മന്ത്രിസഭാ ഉപസമിതി എന്ന നിലയിൽ വയനാട്ടിൽ തുടരുക കൂടിയാണ്.